നമസ്കാരം. ഞാൻ സിന്ധു ജോർജ്. സിനർജി മെമ്പറായ എനിക്ക് 102-ാം പെപ് ടോക്ക് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡിമെൻഷ്യ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ പെപ് ടോക്കിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഡിമെൻഷ്യ രോഗികൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുത്തത്. ഈ രോഗികളോട് എങ്ങനെ പെരുമാറണമെന്നും അവരുടെ പരിചരണവും അവരോടുള്ള സമീപനവും എങ്ങനെ ആയിരിക്കണമെന്നും ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമായി ഡിമെൻഷ്യ എന്നാൽ എന്താണെന്ന് നോക്കാം. ഡിമെൻഷ്യ എന്നത് ഒരു പൊതുവായ പദമാണ്. ഓർമ്മ, ചിന്ത, സാമൂഹിക കഴിവുകൾ എന്നിവയെ ബാധിക്കുന്ന നിരവധി ലക്ഷണങ്ങളെ ഇത് വിവരിക്കുന്നു. ഡിമെൻഷ്യ ഒരു പ്രത്യേക രോഗമല്ല. വിവിധ രോഗങ്ങളോ അവസ്ഥകളോ മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമാണിത്. ഡിമെൻഷ്യയെപ്പറ്റി പറയുന്നതിന് മുമ്പ് അൽഷിമേഴ്സ് എന്ന രോഗം എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. അൽഷിമേഴ്സ് രോഗമുള്ളവരിൽ തലച്ചോറിലെ കോശങ്ങൾ മരിക്കുകയും തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരാറിലാകുകയും ചെയ്യാം. തലച്ചോറിലെ അസാധാരണമായ പ്രോട്ടീൻ നിക്ഷേപം പ്ലാക്കുകൾ ആൻഡ് ടാക്കിൾസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ്. ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയം തടയുന്ന പ്രോട്ടീനുകളുടെ സാന്ദ്രമായ കൂട്ടങ്ങളാണ് പ്ലാക്കുകൾ. അൽഷിമേഴ്സ് രോഗം മൂർച്ഛിച്ചവരിൽ തലച്ചോറ് ഗണ്യമായി ചുരുങ്ങുന്നു. ഡിമെൻഷ്യയുടെ 60 മുതൽ 80% വരെ കേസുകളിലും അൽഷിമേഴ്സ് രോഗമാണ് കാരണം. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ 3-4 വീടുകളിൽ കണ്ട കാര്യമാണ്. ഡിമെൻഷ്യ ആണെന്ന് മനസ്സിലാക്കാതെ അവരെ പരിചരിക്കുന്നതും നോക്കാൻ നിർത്തിയിരിക്കുന്ന ഹോം നേഴ്സ് ഒരു അപ്പച്ചനെ ഉപദ്രവിക്കുന്നതും കാണേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. ഞാനൊരു മകനെ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം നല്ല ട്രെയിനിങ് ഉള്ള ഒരു ഹോം നേഴ്സിനെ നിയമിച്ച് അദ്ദേഹത്തെ യാതൊരു പ്രകോപനവും കൂടാതെ പരിചരിക്കുന്നത് കാണാൻ സാധിച്ചു. എന്താണ് ഡിമെൻഷ്യ? തലച്ചോറിനെ ബാധിക്കുന്ന ന്യൂറോളജിക്കൽ അവസ്ഥകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഡിമെൻഷ്യ. ദൈനംദിന ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതും ചിന്തിക്കാനും ഓർമ്മിക്കാനും യുക്തിസഹജമായ ചിന്താശക്തിയും നഷ്ടപ്പെടുന്നതുമാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ ബാധിച്ച ചിലർക്ക് അവരുടെ പെരുമാറ്റങ്ങളെയും വികാരവിചാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ അവരുടെ സ്വഭാവം തന്നെ മാറിയേക്കാം. മുൻകാലങ്ങളിൽ ഡിമെൻഷ്യയെ വാർദ്ധക്യ സഹജമായ അസുഖമായും വാർദ്ധക്യത്തിൻ്റെ ഒരു സാധാരണ ഭാഗമാണെന്ന് കരുതിയിരുന്നു. കാരണം പ്രായമാകുമ്പോൾ ഇത് കൂടുതലാകുന്നു. പ്രായമായവരുടെ ദുർവാശിയായും കരുതി വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ മുറിയിൽ പൂട്ടിയിടുകയും മറ്റും ചെയ്തിരുന്നു. ഭക്ഷണം കഴിച്ച കാര്യം തന്നെ മറന്നുപോകുന്നു. ഇവരിൽ ചിലർക്ക് വിശപ്പ് മാറുന്നതോ വയർ നിറയുന്നതോ അറിയില്ല. ഇങ്ങനെയുള്ളവരെ സന്ദർശിക്കുന്നവരോട് എനിക്ക് ഭക്ഷണമൊന്നും തരുന്നില്ല എന്ന പരാതിയും ഇവർ പറയും. എന്നാൽ ഡിമെൻഷ്യ വാർദ്ധക്യത്തിൻ്റെ സാധാരണ ഭാഗമല്ല. എല്ലാ പ്രായമായവർക്കും ഡിമെൻഷ്യ ഉണ്ടാവണമെന്നുമില്ല. ചുരുക്കമായി ചിലർക്ക് മധ്യവയസ്സിലും ഡിമെൻഷ്യ ഉണ്ടായി കാണുന്നു. ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തിന് കാരണങ്ങൾ. തലച്ചോറിലെ ചില ഭാഗങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായാണ് ഡിമെൻഷ്യ ഉണ്ടാകുന്നത്. ഇത് നാഡീകോശങ്ങളുടെയും അവയുടെ ബന്ധങ്ങളുടെയും പ്രവർത്തനം നിർത്താൻ കാരണമാകുന്നു. ബ്രെയിൻ കോശങ്ങൾ നശിക്കുന്നതും തലച്ചോറ് ചുരുങ്ങുന്നതും ഓർമ്മകൾ നശിക്കുന്നതിനോടൊപ്പം പുതിയവ പഠിക്കുന്നതിനുള്ള കഴിവും നഷ്ടപ്പെടും. പ്രഷർ, ഷുഗർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ എന്നിവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളും ഓർമ്മക്കുറവിന് കാരണമാകാമെന്ന് പഠനങ്ങൾ പറയുന്നു. ലക്ഷണങ്ങൾ. ഡിമെൻഷ്യ ഒരു മാനസികാരോഗ്യ പ്രശ്നം പോലെ തുടങ്ങിയേക്കാം. ഇതിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വയ്ക്കുന്നു. ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതായുള്ള ഭയം, അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ വരുന്ന വ്യത്യാസം, പെട്ടെന്നുള്ള ദേഷ്യം, എടുത്തിയാട്ടം, സ്വഭാവത്തിൽ വരുന്ന മാറ്റം. 1. ഓർമ്മ നഷ്ടപ്പെടൽ. സമീപകാല സംഭവങ്ങൾ, പ്രധാനപ്പെട്ട തീയതികൾ അല്ലെങ്കിൽ പരിചിതരായ ആളുകളുടെ പേരുകൾ എന്നിവ മറക്കുക. 2. ആശയവിനിമയ പ്രശ്നങ്ങൾ. ശരിയായ വാക്കുകൾ കണ്ടെത്തുന്നതിനുള്ള പ്രയാസം,
വീണ്ടും സ്വയം ആവർത്തിക്കൽ അല്ലെങ്കിൽ ഒരു സംഭാഷണം പിന്തുടരാനോ അതിൽ പങ്കുചേരാനോ ഉള്ള ബുദ്ധിമുട്ട്. 3. വ്യതിചലനം. പരിചിതമായ സ്ഥലങ്ങളിൽ വഴിതെറ്റുന്നു. സമയത്തിൻ്റെ ട്രാക്ക് നഷ്ടപ്പെടുന്നു. വീട്ടിലെ തന്നെ പരിചിതമായ ടോയ്ലറ്റ്, അടുക്കള, കിടപ്പുമുറി ഇവ കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. 4. മാനസികവും പെരുമാറ്റത്തിലുമുള്ള മാറ്റങ്ങൾ. പെട്ടെന്നുള്ള മാനസികാവസ്ഥയിലെ മാറ്റം, നിസ്സംഗഭാവം അല്ലെങ്കിൽ വിഷാദ ലക്ഷണങ്ങൾ. 5. യുക്തിവൈകല്യം. പ്രശ്നപരിഹാരം, ആസൂത്രണം അല്ലെങ്കിൽ യുക്തിപരമായ ചിന്താ ബുദ്ധിമുട്ട്. ഡിമെൻഷ്യ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായി കാണാം. സിംറ്റങ്ങളിലൂടെ 3ആയി തിരിക്കാം. ആദ്യഘട്ടത്തിൽ ലേണിംഗ് ഡിഫിക്കൽറ്റിയാണ് ചിലർക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മെമ്മറി കുറയുന്നതായും തോന്നും. ഇപ്പോൾ നടന്ന കാര്യങ്ങൾ, ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് വിളിച്ചത്, എന്തിനാണ് വിളിച്ചത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ കഴിച്ചത് എന്നുള്ള കാര്യങ്ങൾ മറന്നുപോകുന്നു. അങ്ങനെയുള്ള സമീപകാല കാര്യങ്ങളിൽ ഓർമ്മ കുറയുന്നതായി കാണാം. ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകുന്നു. ഇവരെ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ വാക്കുകൾ മറന്നുപോവുകയോ സംസാര ബുദ്ധിമുട്ട് ഉണ്ടാകുകയോ ചെയ്യും. ആശയവിനിമയം തന്നെ കുറയും. ആൾ മിണ്ടാതാവുകയോ മൊത്തത്തിൽ സംസാരിക്കാൻ മടി കാണിക്കുകയോ ചെയ്യും. 3-ാം ഘട്ടം. അപ്പോഴേക്കും സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു വാചകം പോലും അർത്ഥവത്തായി സംസാരിക്കാൻ കഴിയാതാവും. സ്ഥലകാല ബോധം തന്നെ നശിക്കുന്നു. പുറത്തുപോയാൽ തിരിച്ചു വരാനുള്ള കഴിവും വീടും മറക്കുന്നു. എന്തിനേറെ വീട്ടിലുള്ളവരെയും അവരുമായുള്ള ബന്ധവും സ്വന്തം ഐഡൻറ്റിറ്റി വരെ മറന്നുപോകുന്നു. ഡിമെൻഷ്യ രോഗത്തെ എങ്ങനെ നേരിടാം? ഫലപ്രദമായ ഒരു മരുന്നുമില്ലാത്ത ഈ രോഗത്തെ എങ്ങനെ നേരിടാനാവും? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും ചെസ് പോലുള്ള കളികളിൽ ഏർപ്പെടുന്നതും മറ്റും ഡിമെൻഷ്യ രോഗം കുറയ്ക്കാമെന്ന് ഓസ്ട്രേലിയയിലുള്ള മൊണാഷ് സർവകലാശാലയിലെ ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. 70 വയസ്സിന് മുകളിലുള്ള 10,318 പേരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഈ പഠനം നടത്തിയത്. ഓർമ്മക്കുറവ് മരുന്നുകൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. എങ്കിലും ബ്രെയിൻ കോശങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും ഉത്തേജനവും നൽകുന്നതിലൂടെ ഓർമ്മശക്തിയും മറ്റ് ഫങ്ഷൻസും നിലനിർത്താമെന്നും ഉത്തേജിപ്പിക്കാമെന്നും സാധിക്കും. പേശികളെയും അസ്ഥികളെയും ഇന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതിലൂടെ മാത്രമേ ബ്രെയിൻ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയൂ. ഡിമെൻഷ്യ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നതിന് 8 മുതൽ 10 വർഷം മുൻപേ ഓർമ്മക്കുറവും മറ്റ് ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി പോഷകവും വ്യായാമക്കുറവും പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഓർമ്മക്കുറവും ബുദ്ധിയും നശിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും തടയാൻ സാധിക്കും. ബ്രെയിനിൻ്റെ ഇടതും വലതും വശങ്ങൾ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ 2 കൈയും കൊണ്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുന്നതും നല്ലതാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി ജീവിതശൈലി ഉത്തമമാക്കുന്നതോടുകൂടി അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. മറവി രോഗങ്ങളെ എങ്ങനെ പരിചരിക്കാം? ഡിമെൻഷ്യ തുടക്കത്തിലെ രോഗനിർണയം സാധിച്ചാൽ അനന്തരഫലങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. രോഗം ബാധിച്ചവരോട് സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലോടെയുള്ള കൂട്ടിരിപ്പും ആവശ്യമാണ്. രോഗിയുടെ മുൻകാല ജീവിത രീതി മനസ്സിലാക്കുന്നതും ആ താൽപ്പര്യങ്ങൾ അനുസരിച്ച് പരിചരിക്കുന്നതും ഉത്തമമാണ്. ഇഷ്ടഭക്ഷണം, ഹോബികൾ, സംഗീതം കേൾപ്പിക്കുന്നതും പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നതും നല്ലതാണ്. രോഗിയോട് മുമ്പുണ്ടായിരുന്ന ബഹുമാനം തുടർന്നും ഉണ്ടാകണം. ക്ഷമയോടെയും പക്വതയോടെയും പ്രതികരിക്കണം. രോഗിയുടെ ദിനചര്യകൾ ക്രമം തെറ്റാതെ നോക്കണം. അവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാതെ നോക്കണം. പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ശ്രമിക്കണം. പരിചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവ: രോഗിയുമായി ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെടരുത്. ഒരേ കാര്യം തന്നെ എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ക്ഷമ വേണം. വീടിനുള്ളിൽ തന്നെ കിടപ്പുമുറി, അടുക്കള, ടോയ്ലറ്റ് ഇവ തിരിച്ചറിയാനുള്ള ചിത്രങ്ങളോ ദിശാബോർഡുകളോ ഉപയോഗിച്ച് അവരെ സഹായിക്കണം. അമിത ദേഷ്യം, വിഷാദം, ചിരി, കരച്ചിൽ, നിസ്സംഗത, അക്രമാസക്തി എന്നിവയെ സമചിത്തതയോടെ കൈകാര്യം ചെയ്ത് സ്നേഹപൂർവ്വം സാധാരണ നിലയിലാക്കാൻ സാധിക്കണം. ഇഷ്ടഭക്ഷണം ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനും.
ചവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിൽ അടിച്ചോ ഉടച്ചോ നൽകാനും ശ്രദ്ധിക്കണം. പഴങ്ങളും പാനീയങ്ങളും കൂടുതൽ നൽകണം. ശാരീരികമായ പരിക്കുകളോ അപകടങ്ങളോ പറ്റാതെ ശ്രദ്ധിക്കണം. ഈ രോഗികളെ പരിചരിക്കുന്നവരാണ് മാനസികമായും ശാരീരികമായും വളരെ കഷ്ടപ്പെടുന്നത്. ഇവർക്ക് ഏതു വിധത്തിലുള്ള സഹായമാണ് നൽകാൻ കഴിയുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡിമെൻഷ്യ UK എന്ന ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റോറി ടെംപ്ലറ്റ്. അവർ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരോട് പറയുന്നത് മൈ ലൈഫ് സ്റ്റോറി ബുക്ക് തയ്യാറാക്കി വയ്ക്കുവാനാണ്. ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബർത്ത്ഡേ, വെഡ്ഡിംഗ് ഡേ, ലൈഫ് പാർട്ട്ണർ, കുട്ടികൾ, ബന്ധുക്കൾ, ചെറുമക്കൾ, ഹോബികൾ, അച്ചീവ്മെൻറ്റ്സ്, പ്രധാന കാര്യങ്ങളുടെ ഫോട്ടോകൾ. അങ്ങനെ ചെയ്താൽ ഇവരെ നോക്കുന്നവർക്ക് ആ ബുക്ക് നോക്കിയാൽ അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ മനസ്സിലാക്കി പരിചരിക്കാൻ സാധിക്കും. മറവി രോഗികളെ അതിലെ ഫോട്ടോകൾ കാണിക്കുകയും ഓരോ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ നേരിയ ഓർമ്മ വരുന്നതായിട്ടാണ് ഈ ഓർഗനൈസേഷൻ പറയുന്നത്. 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസനായ നമ്മളും ഇതുപോലെ ഒരു മൈ ലൈഫ് സ്റ്റോറി ബുക്ക് തയ്യാറാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കോ? ഗുഡ് ബൈ.